പെൺമയുടെ പുതുമയാർന്ന ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് ഭാഷ പലർക്കും ഒരു കീറാമുട്ടിയാണ്. പക്ഷെ പഠിച്ചു തുടങ്ങിയാൽ ആ ഭാഷയുടെ ലാളിത്യവും മനോഹാരിതയും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് ഇംഗ്ലീഷ് ഭാഷയുടെ സാധ്യത വളരെ കൂടുതലാണ്. പലർക്കും ഇംഗ്ലീഷ് ഭാഷ നല്ലതുപോലെ വായിക്കുവാനും എഴുതുവാനും ഒക്കെ അറിയാമെങ്കിലും അനായാസന സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ വീട്ടമ്മമാർക്ക് എങ്ങനെ വീട്ടിലിരുന്ന് തന്നെ രസകരവും ലളിതവുമായി ഇംഗ്ലീഷ് ഭാഷ പഠിക്കാം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു പ്രശസ്ത ഓഥറും മോട്ടിവേറ്ററും എഡ്യൂക്കേറ്ററും ഒക്കെയായ മാർട്ടിൻ പയ്യപ്പിള്ളി. കാണാം പെൺമയിലെടുത്തത് ഈ സെഗ്മെന്റ്. Have a great day. I welcome you all enthusiastically to this program, Better Living. Today we are going to learn English. വീട്ടമ്മമാർക്കും ഇംഗ്ലീഷ് പഠിക്കാം. വീട്ടിലിരുന്ന് വളരെ സന്തോഷത്തോടുകൂടി ഇംഗ്ലീഷ് പഠിക്കാം. It's a simple language. English is an international language. In the beginning, it's very difficult, but after some time, you will find it very easy. ജീവിതത്തിൽ എന്തും തുടക്കം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഒരല്പം കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാറും. നിങ്ങൾ സൈക്കിൾ ചവിട്ടും, നിങ്ങൾ സ്കൂട്ടർ ഓടിക്കും, പക്ഷെ തുടക്കത്തിലെല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരല്പം കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മാറും. ഇംഗ്ലീഷ് സംസാരിക്കാൻ ഏതൊരു മനുഷ്യനും ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മലയാളം അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. കാരണം ഇതൊരു ഭാഷയാണ്. ഇറ്റ്സ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഇറ്റ്സ് ആൻ ഇൻ്റർനാഷണൽ ലാംഗ്വേജ്. ഇഫ് യു തിങ്ക് യു ക്യാൻ, യു ക്യാൻ. ഇഫ് യു തിങ്ക് യു കാൺട്, യു കാൺട്. എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ഇറ്റ്സ് വെരി ഈസി. എനിക്ക് കഴിയില്ല എന്ന് കരുതിയാൽ നിങ്ങൾക്കത് കഴിയില്ല. നമുക്ക് ഇംഗ്ലീഷ് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ നാം ആദ്യം തന്നെ കുറച്ച് ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞു പഠിക്കുക. ഉദാഹരണത്തിന്, ഞാൻ മാർക്കറ്റിൽ പോയി. ഐ വെൻറ്റ് ടു മാർക്കറ്റ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. ഐ മെറ്റ് മൈ ഫ്രണ്ട്. ഐ സോ മൈ ഫ്രണ്ട്. ഞാൻ വെജിറ്റബിൾ വാങ്ങി. ഐ ബോട്ട് വെജിറ്റബിൾസ്. സോ മേക്ക് സിമ്പിൾ സെൻറ്റൻസസ്. ആൻഡ് വെൻ യു മേക്ക് സിമ്പിൾ സെൻറ്റൻസസ് യു വിൽ ലേൺ ഇംഗ്ലീഷ്. എന്താണോ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയുന്നത് അതങ്ങനെ തന്നെ നിങ്ങൾ സംസാരിച്ച് പഠിക്കുക. സോ ഇഫ് യു സ്പീക്ക് ബ്രോക്കൺ ഇംഗ്ലീഷ് യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് സ്പോക്കൺ ഇംഗ്ലീഷ്. ആരെങ്കിലും കാണുമ്പോൾ വെറുതെ നിങ്ങൾ ചോദിക്കുക, യു ചപ്പാത്തി? അപ്പോൾ ആ വ്യക്തി പറയും, നോ, ഐ ആം പൂരി. ദിസ് ഈസ് ഇംഗ്ലീഷ്. ആൻഡ് സിമ്പിൾ ഇംഗ്ലീഷ് ആൻഡ് ബ്രോക്കൺ ഇംഗ്ലീഷ്. ഇങ്ങനെ തുടർച്ചയായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് തുടർച്ചയായി സംസാരിച്ച് പഠിക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. സോ പ്രാക്ടീസ്, practice, practice. Practice makes a man perfect. Take the example of Yesudas. He practiced and practiced continuously, constantly, relentlessly, persistently, and he became a singer. എന്തും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ you will become an expert. So the secret of success is practicing again and again. ഒരു ചെറിയ സ്റ്റോറി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അത് ബുക്ക് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ച് പഠിക്കുകയാണെങ്കിൽ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷ് ഈസ് സോ സിമ്പിൾ. യു ക്യാൻ സ്പീക്ക് വെരി ഈസിലി. യു ഹാവ് ഹേർഡ് ദ പിക്കാസോ. Picasso was an Italian painter. Once a young lady asked Picasso, Mr. Picasso, could you please draw something for me? Picasso took a piece of paper and drew something very fast and handed over to her. Lady was surprised, amazed. Lady said, Picasso, this is fantastic, marvelous, so wonderful. I will remember you always. While she was going back, Picasso stopped her. Lady, you please stop there. Give me $1 million and go. She was amazed. She asked Picasso, Picasso, you took only 30 seconds to do it and you are asking me $1 million. How come? How is that? Picasso said, Lady, I took only 30 seconds now. I took 30 years to learn to do it in 30 seconds. If you want to achieve something extraordinarily, you must do something extraordinary works. ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അത്യപൂർവമായിട്ടുള്ളത് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ അത്യപൂർവമായിട്ട്
കഠിനാധ്വാനം ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഇഫ് യു വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്, സോ പ്രാക്ടീസ് ടുഡേ ഓൺവേർഡ്സ്. സ്പീക്ക് ഇംഗ്ലീഷ് ആൻഡ് ഡോണ്ട് വറി അബൌട്ട് ഗ്രാമർ. ഗ്രാമറിനെ കുറിച്ച് ഭയക്കാതെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക. IELTS-ന് ക്ലാസ് എടുത്ത സമയത്ത് ഞാനൊരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയോട് ചോദിച്ചു, യു ചപ്പാത്തി? അവൾ പറഞ്ഞു, നോ, ഐ ആം പൂരി. ദിസ് ഈസ് ഇംഗ്ലീഷ്, ബട്ട് നോട്ട് ഗുഡ് ഇംഗ്ലീഷ്, ബ്രോക്കൺ ഇംഗ്ലീഷ്. യു ഷുഡ് ഹാവ് ദ ഗട്ട്സ് ടു സ്പീക്ക് ബ്രോക്കൺ ഇംഗ്ലീഷ്. ഒരു കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് കയറി വന്ന വിദ്യാർത്ഥിനി അറിയാതെ ചെരുപ്പിട്ടുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി വന്നു. കമ്പ്യൂട്ടർ ടീച്ചർ ദേഷ്യപ്പെട്ടിട്ട് കുട്ടിയോട് പറഞ്ഞു, നീ ഇട്ടതിട്ടു, ഇനി മേലിലിടരുത്. ടീച്ചർ അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനെയാണ്, പുട്ട് ഈസ് പുട്ട്, ഇട്ടതിട്ടു, നോ മോർ പുട്ട്, ഇനിയും ആവർത്തിക്കരുത്. സോ ഐ കൺഗ്രാജുലേറ്റ് ദാറ്റ് ടീച്ചർ ബിക്കോസ് ഷീ had the guts to speak English. If you want to speak English, you should have the courage to speak English. സാധാരണ വളരെയധികം തെറ്റുകൾ വരുത്തുന്ന ഒരുപാട് കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിച്ച് കാണുന്നുണ്ട്. പക്ഷേ they have the guts to speak. So whenever and wherever you get a chance to speak English, you must speak English. You go and ask somebody, what's the time now? What's the news? Is anything special? എന്താണോ നിങ്ങൾക്കറിയുന്നത് അത് സംസാരിക്കുക. ബിഗിനിങ് ഈസ് ഹാഫ് ദ ബാറ്റിൽ. എ സ്പേസ് ഷട്ടിൽ യൂസസ് മോർ ഫ്യൂവൽ ഡ്യൂറിംഗ് ഇറ്റ്സ് ഫസ്റ്റ് 3 minutes ആഫ്റ്റർ ലിഫ്റ്റ് ഓഫ് ദാൻ ഡ്യൂറിംഗ് ഇറ്റ്സ് എൻറ്റയർ വോയേജ് അറൗണ്ട് ദി എർത്ത്. തുടക്കമാണ് ബുദ്ധിമുട്ട്. നമുക്ക് ആരോടെങ്കിലും ചെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു ചെറിയ ഇൻഹിബിഷൻ, ഇറ്റ് ഈസ് ഇൻസൈഡ് us ആൻഡ് ദ പവർ ഈസ് ഓൾസോ ഇൻസൈഡ് യു. സ്വാമി വിവേകാനന്ദ സെസ് എവറിഥിങ് ഇസ് ഇൻസൈഡ് യു. The courage, the power, everything. So if you think എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ യു ക്യാൻ. ഇംഗ്ലീഷിലൂടെ വളരെ മനോഹരമായിട്ടുള്ള ശൈലികൾ നാം പഠിക്കും. ഐ ആം ടോക്കിംഗ് ടർക്കി, ദാറ്റ് മീൻസ് ഐ ആം ടോക്കിംഗ് സീരിയസ്ലി. ഒരിക്കലൊരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളും ഒരു ടീച്ചറും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുതിയ അറ്റൻഡർ നോക്ക് ചെയ്യാതെ പ്രിൻസിപ്പളുടെ മുറിയിലേക്ക് കയറി ചെന്നു. പ്രിൻസിപ്പൾ പറഞ്ഞു, വാട്ട് നോൺസെൻസ് യു ആർ ഡൂയിങ്? ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ്, താങ്കൾക്കത് മനസ്സിലായില്ലേ? അറ്റൻഡർ പറഞ്ഞു. അറ്റൻഡർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സോറി സർ, ഐ ഡിഡ്ന്റ് ഫീൽ ദാറ്റ് യു ആർ ടോക്കിംഗ് ടർക്കി. ടോക്കിംഗ് ടർക്കി മീൻസ് ടോക്കിംഗ് സീരിയസ്ലി. പക്ഷെ പ്രിൻസിപ്പളിന് മനസ്സിലായില്ല, ഐ ഡിഡ്ന്റ് ഫീൽ ദാറ്റ് യു ആർ ടോക്കിംഗ് ടർക്കി. പ്രിൻസിപ്പൾ കേട്ടത് ലാസ്റ്റ് വേർഡ് ടർക്കി എന്നുള്ളതാണ്. പ്രിൻസിപ്പൾ പെട്ടെന്ന് ഷെൽഫിൽ നിന്നും 200 രൂപ എടുത്ത് അറ്റൻഡർ കൊടുത്തു. പ്രിൻസിപ്പൾ കരുതി ടർക്കി വാങ്ങിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇവൻ കുറച്ച് ദിവസമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ടർക്കിയുടെ പൈസ ചോദിക്കുകയാണെന്ന് കരുതി പ്രിൻസിപ്പളിന് തെറ്റുപറ്റി. സോ ഐ ആം ടോക്കിംഗ് ടർക്കി മീൻസ് ഐ ആം ടോക്കിംഗ് സീരിയസ്ലി. ABC of something means primary knowledge. I don't know ABC of computer. He doesn't know ABC of maths. I don't know. He doesn't know. പക്ഷേ ആളുകൾ സംസാരിക്കുമ്പോൾ പലരും തെറ്റിദ്ധരിച്ച് he don't know എന്ന് പറയും. He doesn't know എന്നുള്ളതാണ് കൃത്യം. ആർക്കും ഇംഗ്ലീഷ് പഠിക്കാം. എനി ടോം, ഡിക്ക് ഓർ ഹാരി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അടുത്ത സെഗ്മെൻറ്റിൽ മുതൽ നമ്മൾ വളരെ രസകരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുകയാണ്. നിങ്ങൾക്കേവർക്കും ഈ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹാവ് എ ഗ്രേറ്റ് ഡേ, ബെറ്റർ ലിവിങ്. താങ്ക് യു വെരി മച്ച്. പെൺമേൽ ഇനിയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം സൗന്ദര്യം. Jai Hind TV, for the family, for the nation. നമ്മുടെ മുഖം ക്ഷീണിക്കാൻ പല കാരണങ്ങളുണ്ട്. ചൂടുള്ള കാലാവസ്ഥ, വിയർപ്പ്, ജോലിഭാരം എന്നിങ്ങനെ. പലപ്പോഴും ക്ഷീണം തോന്നുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസവും അവിടെ കുറയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ തുറുപ്പുചീട്ടുകളിൽ ഒന്നായ ഫേഷ്യൽ പുറത്തെടുക്കുക. ഇന്നത്തെ സൗന്ദര്യത്തിൽ ബിന്ദു ശശികുമാർ നൽകുന്ന ഒരു ഫേഷ്യൽ ടിപ്പാണ്. കാണാം സൗന്ദര്യം. പെട്ടെന്നൊരു ക്ലയൻസ് വന്നിട്ട് പറയുവാണ്, നാളെ ഒരു കല്യാണത്തിന് പോകണം മാഡം, എനിക്കൊരു പെട്ടെന്ന് ഫേസിന് ഗ്ലോ കിട്ടുന്ന അല്ലെങ്കിൽ നിറം വരുന്ന ഒരു ഫേഷ്യൽ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്
ഗ്ലോ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നാളെ കല്യാണം ആണെങ്കിൽ ഇന്നിപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും എളുപ്പം റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യലാണ് ഗ്ലോ ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം. സാധാരണ വെളുത്ത സ്കിന്ന് ഉള്ളവർക്ക് ഗ്ലോ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം റിസൾട്ട് വരും. ഇതിപ്പം നല്ലൊരു വെളുത്ത സ്കിന്നാണ്. നമുക്കിതിലോട്ട് ഗ്ലോ ഫേഷ്യൽ ചെയ്യാം. ആദ്യം നമുക്ക് ഫേസ് ക്ലീൻ ചെയ്യാം. നന്നായിട്ട് ഫേസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ കഴുത്തും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇനി ക്ലെൻസ് ചെയ്യാം. അല്പം ക്ലെൻസിങ് മിൽക്ക് എടുത്ത് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക. ഫേസ് ചെയ്യുന്നതോടൊപ്പം കഴുത്തും കൂടെ നന്നായിട്ട് ചെയ്യണം. 1 മിനിറ്റ് നമ്മൾ ക്ലെൻസിങ് മിൽക്ക് വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തു. ഇനി നമുക്കത് റിമൂവ് ചെയ്യാം. ക്ലെൻസിങ് മിൽക്ക് റിമൂവ് ചെയ്തു. ഗ്ലോ ഫേഷ്യലിൻ്റെ സ്ക്രബ്ബ് മൈന്യൂട്ടായിട്ടുള്ള ചെറിയ തരിയുള്ള സ്ക്രബാണ്. ഈ സ്ക്രബ്ബ് നമുക്ക് ഈ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ഗ്ലോ ഫേഷ്യലിൻ്റെ സ്ക്രബാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഗ്ലോ ഫേഷ്യലിൻ്റെ സ്ക്രബിൽ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു തരികളെ പാടുള്ളൂ. അങ്ങനെയുള്ള സ്ക്രബ്ബ് വേണം ഗ്ലോ ഫേഷ്യലിന് യൂസ് ചെയ്യാൻ വേണ്ടി. ഫേസിൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ കഴുത്തിലും സ്ക്രബ് യൂസ് ചെയ്യണം. സ്ക്രബ് യൂസ് ചെയ്ത് ഫേസിൽ മുഴുവനും സ്ക്രബ് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. സ്ക്രബ് ഇട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കത് സ്ക്രബ് ചെയ്യാം. എപ്പോഴും കൈ വെച്ച് സ്ക്രബ് ചെയ്യുന്നതിനേക്കാളും ബ്രഷ് വെച്ച് സ്ക്രബ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം കൈ വെച്ച് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പം കൈയുടെ സ്കിന്നും ഫേസിൻ്റെ സ്കിന്നും തമ്മിൽ ടച്ചായി സ്ക്രബ് ചെയ്യുന്ന സമയം സ്കിന്നിൽ സ്ക്രാച്ച് വീഴാനിടയുണ്ട്. അപ്പോൾ ഇതേപോലെ മൈന്യൂട്ടായിട്ടുള്ള കട്ടി കുറഞ്ഞ ബ്രഷ് വെച്ചിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് പോറിലും വീഴില്ല, ഡാമേജ് ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. സ്ക്രബ് കഴുത്തിൽ നന്നായിട്ട് ചെയ്യണം. കഴുത്തിൻ്റെ 2 ഭാഗവും നല്ല കറുപ്പ് നിറമുണ്ട്. അതുകൊണ്ട് സ്ക്രബ് കഴുത്തിന് ചുറ്റും നന്നായിട്ടൊന്ന് ചെയ്യണം. ഇനി നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. എപ്പോഴും സ്ക്രബ് ചെയ്തതിന് ശേഷം റോസ് വാട്ടർ സ്പ്രേ ചെയ്യണം. ഓപ്പൺ പോർട്സ് ക്ലോസ് ചെയ്യാനും കൂടിയാണ് ഇത് ചെയ്യുന്നത്. ടിഷ്യൂ വെച്ച് ഒന്ന് അമർത്തിയെടുക്കണം. ഈ സ്കിന്ന് വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ്. നല്ല സെൻസിറ്റീവായ സ്കിന്നായതുകൊണ്ട് നമുക്ക് സ്റ്റീം ഇതിന് അപ്ലൈ ചെയ്യേണ്ട. നമുക്ക് നേരിട്ട് തന്നെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും റിമൂവ് ചെയ്യാം. സക്കർ ഉപയോഗിച്ച് മൂക്കിൻ്റെ 2 സൈഡുമുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യണം. മൂക്കിൻ്റെ 2 സൈഡിലും മാത്രമല്ല ചുണ്ടിൻ്റെ താഴെയും ഒരുപാട് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരാറുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഒരു കുറച്ച് നേരവും കൂടെ സാധാരണ നമ്മൾ ഫേസിന് ചെയ്യുന്നതിനേക്കാളും ഇച്ചിരി നേരവും കൂടെ സക്കർ ഉപയോഗിച്ച് സക്ക് ചെയ്ത് എടുക്കണം. നല്ല രീതിയിൽ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പോയി. ഇനി നമുക്ക് ഗ്ലോ ഫേഷ്യലിൻ്റെ ഒരു ജെല്ല് യൂസ് ചെയ്യാം. ഇത് സാൻഡൽവുഡിൻ്റെ നല്ല മണമുള്ള ഒരു ജെല്ലാണ്. സ്കിൻ നോക്കിയിട്ട് വേണം എപ്പോഴും ഫേസിൽ ക്രീമാണോ ജെല്ലാണോ സിറോ ആണോ എന്താണ് നമ്മുടെ സ്കിന്നിന് ചേരുന്നതെന്ന് സ്കിന്നൊന്ന് നോക്കിയിട്ട് വേണം പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി. ഇതിപ്പം ഒരു നല്ലൊരു ജെല്ല് യൂസ് ചെയ്തു. ഇത് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും റോസ് വാട്ടർ സ്പ്രേ ചെയ്യണം. ഇതിന് മുകളിൽ കൂടി നമുക്കിനി ഗാൽവാനിക്ക് കൊടുക്കാം. ഗാൽവാനിക്ക് കൊടുക്കുന്ന സമയം നമ്മളുടെ ബോഡിയുടെ ഒരവയവം, അതായത് കൈയോ എന്തെങ്കിലും ക്ലയൻസിൻ്റെ ദേഹത്ത് മുട്ടിയാൽ മാത്രമേ ഗാൽവാനിക്ക് പ്രവർത്തിക്കുകയുള്ളൂ. മൈനസും പോസിറ്റീവും അതിൽ തന്നെ മാറി മാറി വരും. ഗാൽവാനിക്ക് കൊടുക്കുന്നതിൻ്റെ കാര്യം, ഗാൽവാനിക്ക് കൊടുക്കുന്ന സമയം നമ്മൾ ഫേസിൽ ഇട്ടേക്കുന്ന ജെല്ല് സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർബ് ആവും. ഒരു 5 മിനിറ്റ്സ് ഗാൽവാനിക്ക് കൊടുക്കണം. 5 മിനിറ്റ്സ് ഗാൽവാനിക്ക് കൊടുത്തു. ഈ ജെല്ല്, ഫേസിൽ കിടക്കുന്ന ജെല്ല് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹാൻഡ് ഉപയോഗിച്ച് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കണം. ഒരു 3 മിനിറ്റ് മസാജ് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റാം. ഈ ജെല്ല് റിമൂവ് ചെയ്തു. ഇത് ഗ്ലോ ഫേഷ്യലിൻ്റെ ഒരു ക്രീമാണ്. ഈ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 15 മിനിറ്റ് മസാജ് കൊടുക്കേണ്ടി വരും. കണ്ണിന് മേൽഭാഗം കറുപ്പുള്ളവർക്കാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ച് അവിടെ നമുക്ക് ഐ മസാജ് കൊടുക്കാം.
ചെറിയ രീതിയിൽ ഒരുപാട് പ്രസ് കൊടുക്കാതെ ലൈറ്റായിട്ട് ഐ മസാജ് കൊടുക്കണം. Jai Hind TV, for the family, for the nation. 15 മിനിറ്റ് മസാജായി. ക്രീം ഞാൻ റിമൂവ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഗ്ലോ ജെല്ല് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ജെല്ല് അപ്ലൈ ചെയ്യുന്ന സമയം നമ്മൾ ഹാൻഡ് മസാജ് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഗാൽവാനിക് യൂസ് ചെയ്യുന്നതാണ്. ഈ ജെല്ലിൻ്റെ പുറത്തൂടെ നമുക്കൊരു 7 മിനിറ്റ് ഗാൽവാനിക് കൊടുക്കാം. ഗാൽവാനിക്ക് കൊടുക്കുമ്പോൾ ഒരു സൈഡ് മാത്രം കൂടുതലാവാനും ഒരു സൈഡ് കുറവാവാനും പാടില്ല. 2 സൈഡും ഒരേപോലെ ഗാൽവാനിക്ക് കൊടുക്കണം. അതുപോലെ തന്നെ കഴുത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴുത്തിലും ഗാൽവാനിക്ക് മറക്കാതെ കൊടുക്കണം. ഫേസിലെ എല്ലാ ഭാഗത്തും ഗാൽവാനിക്ക് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ണിൻ്റെ താഴെ ഗാൽവാനിക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറാനും കൂടി ഇത് സഹായിക്കും. 7 മിനിറ്റ് ഗാൽവാനിക്ക് കൊടുക്കണം. 7 മിനിറ്റ് ഗാൽവാനിക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ചെറിയതായിട്ട് അല്പം വെള്ളം കയ്യിൽ തൊട്ടിട്ട് ഒരു ചെറിയ മസാജും കൂടെ കൊടുക്കണം. മസാജ് കൊടുക്കുന്ന സമയം കണ്ണിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ണിന് ചുറ്റും ചെറിയ രീതിയിൽ മസാജ് കൊടുക്കണം. ജെൽ മസാജ് കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റാം. ഫേഷ്യലിൻ്റെ ഏകദേശം 3/4 ഭാഗം കഴിഞ്ഞു. ജെൽ മസാജ്, ക്രീം മസാജ്, ജെൽ മസാജ് എല്ലാം കഴിഞ്ഞു. ഇനി അവസാനം നമുക്ക് പാക്ക് ഇടാം. ഗ്ലോ ഫേഷ്യലിൻ്റെ പാക്ക് ഒരുപാട് സമയം ഫേസിൽ കിടന്ന് ഉണങ്ങാൻ സമ്മതിക്കണ്ട. അതൊരു ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഈ ഗ്ലോ ഫേഷ്യലിൻ്റെ പാക്ക് നമ്മൾ മാറ്റണം. പാക്ക് ഇടുന്ന സമയം കഴുത്ത് കവർ ചെയ്തിടണം. ഇപ്പോൾ ഒരു 7 മിനിറ്റായി. 7 മിനിറ്റ് ആയപ്പോഴത്തേക്കും പാക്ക് ഒന്ന് തൊട്ട് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഡ്രൈയും ആയിട്ടില്ല, എന്നാൽ ഡ്രൈ ആവാതെ ഇരിക്കുന്നില്ല. നമുക്ക് ഈ സമയം തന്നെ ഈ പാക്ക് റിമൂവ് ചെയ്യാം. പാക്ക് നന്നായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. പെട്ടെന്ന് ഫേസിനൊരു ഗ്ലോ വന്ന പോലെ തോന്നുന്നില്ലേ? ഇത് ഗ്ലോ ഫേഷ്യലാണ്. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും പോകാനായിട്ട് പെട്ടെന്ന് നമുക്കൊരു ഫേഷ്യൽ ചെയ്യണമെന്ന് തോന്നിയാൽ ഈ ഗ്ലോ ഫേഷ്യലിനെ ഓർമ്മിച്ചാൽ മതിയാവും. അപ്പം ഗ്ലോ ഫേഷ്യൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഇച്ചിരി ഒരു സൺസ്ക്രീം യൂസ് ചെയ്യാം. എന്തായാലും പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും വെയിൽ കൊണ്ടിട്ട് ഫേസിൻ്റെ വീണ്ടും ടാൻ കയറണ്ട. ഒരിച്ചിരി സൺസ്ക്രീം നമുക്ക് അപ്ലൈ ചെയ്യാം. ഫേസിന് ഇപ്പം നല്ലൊരു ചേഞ്ച് വന്നില്ലേ? നല്ല നിറം വന്നിട്ടുണ്ട്, ഒരു ഫ്രഷ്നെസ് വന്നിട്ടുണ്ട്. ഈ ഫേഷ്യലിനാണ് ഗ്ലോ ഫേഷ്യൽ എന്ന് പറയുന്നത്. ഇത് പാർലറിൽ പോയി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പെൺമയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം പെൺമയുടെ മറ്റൊരു പുതിയ അധ്യായത്തിലൂടെ. അതുവരെ നന്ദി, നമസ്കാരം. കോസ്റ്റ്യൂം കേഡസി പോത്തീസ് MG റോഡ്, തിരുവനന്തപുരം.